ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എമിറേറ്റിലെ വ്യവസായ സംരംഭങ്ങൾക്ക് നൽകുന്ന വ്യവസായ സൗഹൃദ ഊർജ്ജ സർട്ടിഫിക്കറ്റിന് 10 വർഷം കാലാവധിയുണ്ടാകുമെന്ന് ദുബൈ ജല വൈദ്യുത വകുപ്പ് മേധാവി സയ്യിദ് മുഹമ്മദ് അൽ ധയാർ അറിയിച്ചു. ദുബൈയിലെ വ്യാവസായിക നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് വിവിധ സർക്കാർ കാര്യാലയങ്ങൾ വഴി ദീവ നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ്. ഇതുവരെ 30 വൻകിട കമ്പനികൾ വ്യാവസായിക സൗഹൃദ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. വ്യാവസായിക രംഗത്തെ സ്ഥാപനങ്ങൾ, ആധുനിക കാർഷിക സാങ്കേതിക സ്ഥാപനങ്ങൾ, ഡാറ്റാ സെന്ററുകൾ എന്നിവയ്ക്കാണ് D33യുടെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നത്. സൗരോർജ്ജ പദ്ധതികളിലൂടെ ദീവയുടെ സംരംഭങ്ങളിൽ ഭാഗമാകുന്ന സ്ഥാപനങ്ങൾക്കാണ് വ്യവസ്ഥകളോടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഈ കമ്പനികൾക്ക് സാധാരണ വൈദ്യുതി നിരക്കിൽ 25% ഇളവ് ലഭിക്കും. എന്നാൽ താൽക്കാലിക സംരംഭങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകില്ല. ദുബൈയിൽ ഫ്രീലാൻസ് ജോലികൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് മികച്ച ഓഫറുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എക്സ്പോസിറ്റി ദുബൈ. വെറും 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഒരു ഫ്രീലാൻസർ പെർമിറ്റ് വാഗ്ദാനം ചെയ്യുകയാണ് എക്സ്പോസിറ്റി ദുബൈ അതോറിറ്റി. 9,000 ദിർഹത്തിന് 1 വർഷത്തെ ഫ്രീലാൻസ് പെർമിറ്റും പുതിയ തൊഴിൽ വിസയും 16,000 ദിർഹത്തിന് 2 വർഷത്തെ പെർമിറ്റുമാണ് ഓഫർ. കൂടാതെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫാഷൻ ഡിസൈനർ, കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങി ഫ്രീലാൻസുകാർക്ക് തിരഞ്ഞെടുക്കാൻ 90-ലധികം പ്രൊഫഷണൽ പ്രവർത്തനങ്ങളും അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. ഫ്രീലാൻസ് പെർമിറ്റിൽ താൽപ്പര്യമുള്ള പ്രൊഫഷണലുകൾക്ക് എക്സ്പോസിറ്റി ദുബൈയിലെ ക്ലയന്റ് റിലേഷൻ സെന്ററിലേക്ക് മെയിൽ ചെയ്ത് ഫ്രീലാൻസ് പെർമിറ്റിന് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ലെവൽ 2 ECDക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ലയന്റ് റിലേഷൻ സെന്റർ നേരിട്ട് സന്ദർശിക്കാം. 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയ രാഷ്ട്ര പദവി ലഭിച്ച സൗദി അറേബ്യയെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു. ഫുട്ബോൾ അന്താരാഷ്ട്ര ഭരണ സമിതിയായ ഫിഫ ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നാണ് ദുബൈ ഭരണാധികാരിയുടെ അഭിനന്ദനം. ഒരു വെർച്വൽ കോൺഗ്രസിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ലോകകപ്പ് ആതിഥേയ രാജ്യങ്ങളുടെ വിവരങ്ങൾ പ്രഖ്യാപിച്ചത്. 2030, 2034 ലോകകപ്പുകളിൽ ഓരോന്നിനും ഒരു ബിഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവ രണ്ടും അംഗീകരിക്കപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പിനുള്ള ആതിഥേയത്വം നേടിയെടുക്കുന്നതിൽ സൗദി അറേബ്യയുടെ മഹത്തായ അഭിലാഷത്തെയും ശക്തമായ ഇച്ഛാശക്തിയെയും പ്രശംസിച്ച അദ്ദേഹം ഈ ഗുണങ്ങൾ വിജയകരവും അവിസ്മരണീയവുമായ ഒരു ടൂർണമെന്റ് ഉറപ്പാക്കുമെന്നും അഭിപ്രായപ്പെട്ടു. ഈ സുപ്രധാന നേട്ടത്തിന് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെയും സഹോദരന്മാരായ സൗദി ജനതയെയും അഭിനന്ദിക്കുന്നു എന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു. 2030 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമം ഉറപ്പാക്കിയതിന് സ്പെയിനിനും പോർച്ചുഗലിനുമൊപ്പം മൊറോക്കോയിലെ മുഹമ്മദ് 6ാമൻ രാജാവിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംയുക്ത നിർദ്ദേശപ്രകാരം 2030 ലോകകപ്പ് 3 ഭൂഖണ്ഡങ്ങളിലും 6 രാജ്യങ്ങളിലും നടക്കും. ടൂർണമെന്റിന്റെ ശതാബ്ദി ആഘോഷിക്കാൻ ഉറുഗ്വേ, അർജന്റീന, പരാഗ്വേ എന്നിവ ആഘോഷ ഗെയിമുകൾക്ക് ആതിഥേയത്വം വഹിക്കും. അർജന്റീന ജേതാക്കളായ ഖത്തർ 2022 എഡിഷൻ അരങ്ങേറി 12 വർഷത്തിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ നിന്നും ഫിഫ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്ന 2ാമത്തെ രാജ്യമായി സൗദി അറേബ്യ മാറും. കുവൈറ്റിൽ റെസിഡൻസി നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ഉടൻ നടപ്പിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഫാമിലി വിസിറ്റ് വിസയുടെ കാലാവധി 1 മാസത്തിൽ നിന്ന് 3 മാസമായി ഉയർത്തുന്നതാണ് പുതുതായി അംഗീകരിച്ച താമസ നിയമത്തിലൂടെ നടപ്പിലാക്കുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന്. ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി കാര്യങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി പ്രഖ്യാപിച്ച ഈ മാറ്റങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കും. കുവൈറ്റിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന പ്രവാസികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. നൽകുന്ന സേവനങ്ങളെ അടിസ്ഥാനമാക്കി വിസ ഫീസ് ഘടനകൾ അവലോകനം ചെയ്യുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി ഒരു പ്രത്യേക കമ്മിറ്റിക്കും രൂപം നൽകിയതായി അധികൃതർ അറിയിച്ചു. ഇണകളോ മാതാപിതാക്കളോ പോലുള്ള കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഫീസ് വർദ്ധിക്കുമെന്ന് മേജർ ജനറൽ അൽ അദ്വാനി എടുത്തു പറഞ്ഞു. നിർദ്ദിഷ്ട ഫീസ് ഘടനകളെക്കുറിച്ചുള്ള പഠനം കമ്മിറ്റി ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു.
അതിനിടെ വിസ കാലാവധി ലംഘനങ്ങൾ തടയാൻ സഹൽ ആപ്ലിക്കേഷൻ വഴി ആഭ്യന്തര മന്ത്രാലയം കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായും അധികൃതർ കൂട്ടിച്ചേർത്തു. വിസിറ്റ് വിസയിലെത്തിയവരുടെ വിസ കാലാവധി കഴിയാറാകുന്ന സമയത്ത് സന്ദർശകർക്ക് ആപ്പ് വഴി മുന്നറിയിപ്പ് ലഭിക്കും. എന്നിട്ടും നിയമം പാലിക്കാത്തവർക്കെതിരെ സമൻസും തുടർ നടപടികളും ഉണ്ടാകും. പുതിയ നിയമം ഫ്ലെക്സിബിൾ റെസിഡൻസി കാലയളവുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി പ്രൊഫഷണൽ പ്രവാസികൾക്ക് 5 വർഷം വരെയും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് 10 വർഷം വരെയും നിക്ഷേപകർക്ക് 15 വർഷം വരെയുമുള്ള റെസിഡൻസി അനുവദിക്കും. പ്രവാസികൾക്ക് നാടുകടത്തിൽ നേരിടേണ്ടി വരുന്ന 3 പ്രധാന വ്യവസ്ഥകളും നിയമം വിശദീകരിക്കുന്നുണ്ട്. വിശ്വസനീയമായ വരുമാന മാർഗത്തിന്റെ അഭാവം, നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള മന്ത്രിതല തീരുമാനങ്ങൾ, പൊതുതാൽപര്യം പരിഗണിക്കുന്ന സാഹചര്യങ്ങൾ എന്നീ സന്ദർഭങ്ങളിലാണ് പ്രവാസികളെ നാടുകടത്തലിന് വിധേയമാക്കുക. വിസയിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത ആവശ്യങ്ങൾക്ക് തൊഴിലാളികളെ നിയമിച്ചാൽ 3 മുതൽ 5 വർഷം വരെ തടവും 5000 ദിനാർ മുതൽ 10,000 ദിനാർ വരെ പിഴയോ ലഭിക്കും. റെസിഡൻസിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ ഏർപ്പെടുന്ന പ്രവാസികൾക്ക് 1 വർഷം തടവോ 1000 ദിനാർ പിഴയോ ആണ് ഉണ്ടാവുക. കമ്പനികൾ സസ്പെൻഷനും ലൈസൻസ് റദ്ദാക്കലും ഉൾപ്പെടെയുള്ള നടപടികളും നേരിടേണ്ടി വരും. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതു ബജറ്റിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അംഗീകാരം നൽകി. 2024 20-ാം നമ്പർ ഉത്തരവിലൂടെയാണ് ബജറ്റിന് അംഗീകാരം നൽകിയതായി അമീർ വ്യക്തമാക്കിയത്. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ഖത്തറിന്റെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന മൊത്തം വരുമാനം 197 ബില്യൺ റിയാലാണെന്ന് ധനമന്ത്രി അലി ബിൻ അഹമ്മദ് അൽ ഖുവാരി അറിയിച്ചു. ഇത് മുൻ വർഷത്തെ മൊത്തം ബജറ്റ് വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.5% കുറവാണ്. ഔദ്യോഗികമായി പിൻവലിച്ച ഒമാൻ കറൻസികൾ 2024 ഡിസംബർ 31-നകം ബാങ്കിൽ കൊണ്ടുപോയി പകരം പുതിയ കറൻസികൾ സ്വന്തമാക്കണമെന്ന് ഒമാൻ ബാങ്ക് അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഈ വർഷം അവസാനത്തോടെ നിരോധിക്കപ്പെടാൻ പോകുന്ന കറൻസികൾ സാധുവായ കറൻസികൾക്ക് പകരമായി വാങ്ങണമെന്നാണ് നിർദ്ദേശം. ചില നോട്ടുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ 31-നോ അതിനു മുമ്പോ തൊട്ടടുത്തുള്ള ബാങ്ക് ബ്രാഞ്ച് സന്ദർശിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും CDM ലൊക്കേഷനിൽ നിക്ഷേപിച്ചോ അവ മാറ്റിയെടുക്കണം. ഈ തീയതിക്ക് ശേഷം പിൻവലിക്കപ്പെടുന്ന നോട്ടുകൾ എവിടെയും സ്വീകരിക്കില്ലെന്ന് ഉപഭോക്താക്കൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില പ്രത്യേക കറൻസികൾ പ്രചാരത്തിൽ നിന്നും പിൻവലിക്കുമെന്നും അവ നിയമപരമായി ഉപയോഗിക്കാനാകില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പണം ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും കള്ളനോട്ടുകൾ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ഡിസംബർ 31-ന് ശേഷം ഈ നോട്ടുകൾക്ക് മൂല്യമുണ്ടാകില്ല. അവയ്ക്ക് നിയമപരമായ സാധുത ലഭിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കാലാവധി കഴിഞ്ഞ നോട്ടുകൾ അതിനുശേഷം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഉപയോഗത്തിൽ നിന്നും പിൻവലിക്കുന്ന നോട്ടുകളിലെ 1995-ലെ 5-ാം എഡിഷൻ കറൻസി നോട്ടുകളും ഉൾപ്പെടുമെന്ന് അധികൃതർ വ്യക്തമാക്കി.